പടിമേലിരുന്നുണ്ണി ചാഞ്ചാട്. ആ മോനെ, നിന്റെ അച്ഛനും മാവനും വന്നടാ. ജംബുലിംഗവും പൊന്നയനും എവിടെയാണ്? അവര് ശുചിത്വത്ത് പോയിരിക്കുക. നീയും നിന്റെ കുഞ്ഞും ഈ കുടിലിൽ കിടന്ന് കത്തിയരിയണം. അവര് വരുമ്പം നിന്റെ ചാമ്പൽ പോലും കാണുക. അയ്യോ, ഇത് ജംബുലിന്റെ വീടാണല്ലോ കത്തുന്നത്. എന്റെ വള്ളിയും പോരും പോയല്ലോ. കരയാതെ വേലാൻകുട്ടമ്മ നമ്മളെ ചതിച്ചതാ. ഈ മായം പിടിച്ചത് എങ്ങനെ വന്നെന്നാണ് എനിക്കൊരു പിടിയും കിട്ടാത്തത്. ജമുന, ഈ വീടിന് തീ പിടിച്ചതല്ല, പളനിയും കற்பനയും കൊണ്ട് ആ മാറമ്പി തീ വെപ്പിച്ചതാണ്. അതെ, എന്നിട്ട് കള്ളും കുടിച്ചിട്ട് അവന്മാര് കാവാണ്ടി കയറി പോകുന്നു. മച്ചമ്പി വരും. പിടിച്ചോട്ടെ, അനങ്ങിപ്പോകരുത്. ജീവനിൽ കൊതിയുണ്ടെങ്കിൽ പുറത്തു വയ്ക്കുള്ളിൽ പോകാൻ. എത്ര പരിവാരങ്ങളെ വിളിച്ചു കൂട്ടിയാലും നിന്നെയും നിന്റെ കുടുംബത്തെയും ഈ 4 കെട്ടിനകത്തിട്ട് തീ കൊളുത്താതെ ഞങ്ങൾ പോകയില്ല. ഞാൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല. എടോ മൃഗമേ, എന്റെ ഭാര്യയെയും കുഞ്ഞിനെയും നീ ജീവനോടെ തീ കൊളുത്തി കൊന്നില്ലേടാ. ഞാനോ? നിന്റെ അവസാനമാണടാ ഇന്ന്. നീയും നിന്റെ കുടുംബവും ഒന്നോടെ ചാമ്പലാകണം. ജംബു, അയ്യോ, തീ കൊളുത്തരുത്. ഞാൻ എന്ത് വേണമെങ്കിലും തരാം. എന്റെ കൂടപ്പുറപ്പിന്റെയും കുഞ്ഞിന്റെയും ജീവൻ തിരിച്ചു തരാൻ നിന്നെ കൊണ്ട് കഴിയുമോടാ? ഇരുതിയിൽ പിടഞ്ഞു മരിച്ചവരുടെ വേദന നീ വരണമടാ. മച്ചമ്പി, കൊളുത്തേൻ. ആരപേക്ഷിച്ചാലും ഇത് ചുട്ടരിക്കാതെ ഞങ്ങൾ പോവില്ല. വേളിമലയേക്കാൾ ഉയരത്തിൽ ഈ മാളികക്കെട്ട് കത്തിയെരിയണം. ഞങ്ങൾ പഴവിട്ടാൻ വന്നതാണ്. നിങ്ങൾ എന്റെ ഭർത്താവിനെ പോലെ മനുഷ്യത്വമില്ലാത്തവരാണോ? ഞങ്ങളെ മനുഷ്യല്ലാതാക്കിയത് ഈ നിൽക്കുന്ന പിശാചാണ്. ഇവന്റെ അന്ത്യം കാണാതെ ഞങ്ങൾ ഇവിടെ പോവില്ല. ജംബുണ്ണ, എന്റെ ഈ കുഞ്ഞിനെ കരുതിയെങ്കിലും ഈ വീടിന് തീ വയ്ക്കരുത്. എന്റെ അച്ഛൻ ചെയ്ത ദ്രോഹങ്ങൾക്ക് ഞാൻ മാപ്പ് ചോദിക്കുന്നു. എന്റെ അപേക്ഷ നിങ്ങൾ കേൾക്കില്ലേ? വരൂ മച്ചമ്പി. അപ്പോൾ ഇവിടെ വെച്ചുണ്ടാക്കിയ ഒത്തുതീർപ്പിനെ വകവെക്കാതെയാണ് വീട് തീ വയ്ക്കാൻ വന്നത്. അതേ നോന്തമ്പിള്ളേ, അവന്മാര് രണ്ടുപേരും ഉഴുത്ത കുടിയന്മാരാ. അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിച്ച് സ്വന്തം വീടിന് തീ കൊളുത്തി. ഒരു പെങ്ങളും കുഞ്ഞും ഉണ്ടായിരുന്നത് ആ തീ കിടന്ന് ചത്തു.
എന്നിട്ട് ഞാൻ തീ വെപ്പിച്ചെന്ന് പറഞ്ഞാണ് അവന്മാർ വാക്കാണത്തിൽ വന്നത്. രണ്ടുപേരും മര്യാദക്കാരാണെന്നാ ഞാൻ കരുതിയത്. ശുദ്ധ എരപ്പാളികളാണ്. ഓന്തമ്പിള്ളയുടെ ഉറപ്പ് കൊണ്ടാണ് ഞാൻ കൊട്ടാരത്തിൽ ഒരു അറിയിക്കാത്തത്. നിലയ്ക്ക് നിർത്താമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. സുഭദ്ര കുഞ്ഞിന്റെ കയ്യിൽ നമ്മുടെ മോൻ എങ്ങനെ വന്നു? എനിക്കും ഒരു പിടിയും കിട്ടുന്നില്ല. രഹസ്യമായി പോയോ എന്ന് അന്വേഷിച്ചാലോ? ഇപ്പൊ വേണ്ട. മോൻ സുഭദ്ര കുഞ്ഞിന്റെ കയ്യിലല്ലേ. സ്വന്തം ജീവനേക്കാൾ ഭദ്രമായി അവൾ അവനെ നോക്കിക്കൊള്ളും. ആരാത്? വേലു അണ്ണി, എന്താ? സുഭദ്ര കുഞ്ഞൊരു കുറിയോല അയച്ചു. ഇത് ഞാനാ കൊണ്ട് തന്നതെന്ന് മാലമ്പത്തിൽ അറിഞ്ഞാൽ എന്റെ തല പോവും. ഞാൻ പോകുന്നു. ശരി. ജംബോൺ, എന്റെ കയ്യിൽ നിങ്ങൾ കണ്ടത് വള്ളിയുടെ കുഞ്ഞാണ്. ഇന്ന് 7:30 വെളുപ്പിന് മുളങ്കാവിൽ വരണം. കുഞ്ഞിനെ ഞാനിവിടെ കൊണ്ടുവരാം. ഈ കുഞ്ഞിന് മറ്റൊരു ജന്മമാണ് കിട്ടിയിരിക്കുന്നത്. എന്റെ മോനെ എങ്ങനെ രക്ഷിച്ചു? ഉപ്പളത്തിലെ സംഭവങ്ങൾ അറിഞ്ഞു കഴിഞ്ഞപ്പോ അച്ഛന് കലി കയറി. നിങ്ങളുടെ വീട് തീ കൊളുത്താൻ അച്ഛൻ പളനിയോട് പറയുന്നത് ഞാൻ മറിഞ്ഞു നിന്ന് കേട്ടു. ഈ കുഞ്ഞാണെന്നാ ചോദിച്ചത്? എന്റെ കുഞ്ഞാണ്. നിന്റെ കുഞ്ഞോ? അതെ. ഇതുവരെ ഇല്ലാത്ത കുഞ്ഞ് ഇപ്പൊ എവിടെ നിന്നാടി ഉണ്ടായത്? പരമേശ്വരൻ ചേട്ടൻ മരിക്കുമ്പോ ഞാൻ ഗർഭിണിയായിരുന്നു. അമ്മാവന്റെ വീട്ടിൽ താമസിക്കുന്ന സമയത്ത് ഞാൻ പ്രസവിച്ചു. എന്റെ ഭർത്താവിനെ കൊന്നതുപോലെ എന്റെ കുഞ്ഞിനെയും അച്ഛൻ കൊന്നുകളയുമെന്ന് ഞാൻ ഭയന്നു. അതുകൊണ്ട് കുഞ്ഞിനെ അമ്മാവന്റെ വീട്ടിൽ ഏൽപ്പിച്ചിട്ടാണ് ഞാനിവിടെ വന്നത്. നേരാണോടി ഇവൾ പറയുന്നത്? അവള് പറഞ്ഞതെല്ലാം സത്യമാണ്. അച്ഛാ, എന്റെ കുഞ്ഞിനെ കാണാതെ എനിക്കിനി ജീവിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ ആളയച്ച് അവനെ ഇവിടെ കൊണ്ടുവന്നതാണ്. ഇവനെ ഇവിടെ വളർത്താൻ അനുവദിക്കില്ലെങ്കിൽ അച്ഛൻ ഇവനെയും ചവിട്ടിക്കൊല്ലണം. എടുത്തൊന്ന് പോയി എന്റെ മുമ്പിൽ നിന്ന്. അങ്ങനെയാണ് എരുത്തിക്കുള്ളിന്ന് ഈ കുഞ്ഞിനെ എനിക്ക് കിട്ടിയത്. വള്ളിയെ രക്ഷിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. ഞങ്ങളുടെ തലമുറ മുഴുവൻ സുഭദ്ര കുഞ്ഞിനോട് കടപ്പെട്ടിരിക്കുന്നു. ഞാനൊരു കാലത്ത് ചെയ്തു തീർക്കാൻ ആഗ്രഹിച്ചിരുന്ന കടമകൾ ഇന്ന് ഈ കുഞ്ഞിലൂടെ ചെയ്തു തീർക്കാൻ കഴിഞ്ഞല്ലോ. അത് മതി. സുഭദ്ര കുഞ്ഞെ, എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നേരം വിളിക്കാറേ, ഇനി കുഞ്ഞു പോയിക്കൊള്ളൂ. നിങ്ങൾ അനുവദിക്കുമെങ്കിൽ അമ്മയില്ലാത്ത ഈ കുഞ്ഞിനെ എന്റെ മകനായി ഞാൻ വളർത്തിക്കൊള്ളാം. സുഭദ്ര കുഞ്ഞെ, ആ 4 കെട്ടിനകത്ത് ഇവനൊരാപത്തും വരാതെ പൊന്നുപോലെ ഞാൻ കാത്തു സൂക്ഷിച്ചോളാം. നിങ്ങൾക്കിവനെ എപ്പോ കാണണം തോന്നിയാലും മാലയെ രഹസ്യമായി പറഞ്ഞയച്ചാൽ മതി. ഞാൻ കൊണ്ടുവന്ന് കാണിക്കാം. എന്നെ വിശ്വാസമില്ലേ? മച്ചമ്പി, ഞാൻ വരട്ടെ.
വള്ളി പ്രസവിച്ചെങ്കിലും മാടമ്പിയുടെ വീട്ടിൽ വളരാനാണ് ആ കുഞ്ഞിന്റെ യോഗം. ഇല്ല വെള്ളച്ചിയമ്മേ, കുഞ്ഞ് അധിക നാൾ അവിടെ കഴിയുന്നത് അപകടമാണ്. എന്റെ കുഞ്ഞാണെന്നറിഞ്ഞാൽ മാടമ്പി അന്ന് അവനെ കൊല്ലും. അണ്ണാ, കുഞ്ഞിനെയും കൊണ്ട് തന്നേരെ, ഞാൻ പൊന്നുപോലെ വളർത്തിക്കോളാം. വരട്ടെ. അവന്റെ ജീവൻ രക്ഷിച്ചത് സുഭദ്രയാണ്. അവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടായാൽ ഉടനെ അറിയിക്കും. അപ്പോഴവനെ കൊണ്ടുവരാം. എന്താ മാനെ, എന്ത് വേണം? നിങ്ങൾ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അറസ്റ്റ് ചെയ്യത്തക്ക വിധത്തിൽ ഞങ്ങൾ എന്ത് കുറ്റം ചെയ്തു? അത് ഠാണാവിൽ ചെന്നിട്ട് പറയാം. പോരാ, കുറ്റം എന്താണെന്ന് ഇവിടെ വെച്ച് തന്നെ പറയണം. നിങ്ങൾ മാടമ്പിയുടെ വീട് തീവയ്ക്കാനും കൊള്ളയടിക്കാനും ശ്രമിച്ചില്ലേ? ഞങ്ങളുടെ വീടാണ് അയാൾ തീവെച്ചത്. എന്റെ സഹോദരി അയാൾ കൊല്ലുകയും ചെയ്തു. ജംബിലിംഗം, ഞാൻ നിയമം നടത്താൻ വന്നിരിക്കുന്ന പോലീസ് അധികാരിയാണ്. എന്നെ അനുസരിക്കുന്നതാണ് നല്ലത്. വിലങ്ങ് വയ്ക്കൂ. എന്തായത്? മാടമ്പിയുടെ വീട് തീ വെക്കാൻ പോയി യമൻ വന്നവരെ കയ്യാമം വെച്ചോണ്ട് പോയി. ഇല്ല, ഇത് അനീതിയാണ്. ഇത് സമ്മതിക്കാൻ പാടില്ല. ഞങ്ങളെ കൊന്നിട്ടുകൊണ്ടേക്കുള്ളൂ. വീടുകളും പരിശോധിക്കൂ. കയ്യിൽ കിട്ടുന്നവരെല്ലാം ചോദ്യം ചെയ്യും. നഷ്ടപ്പെട്ട ആ തോക്ക് എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം. അയ്യോ അയ്യോ എന്തിനാ ഈ സാധുക്കളെ ഉപദ്രവിക്കുന്നത്? സാധുക്കളോ? പോലീസുകാരെ കൊന്നിട്ട് തോക്കുകൾ പിടിച്ചെടുത്തവരാണ്. സ്റ്റേഷനിലേക്ക് ഫാദർ, നമ്മൾ ഇവിടുന്ന് പോയതിനു ശേഷം ഈ ഗ്രാമത്തിന് എന്ത് സംഭവിച്ചു? ഐ ഡോണ്ട് നോ. വരൂ, നമുക്ക് ചാപ്പലിലേക്ക് പോവാം. റപ്പേലെ, എന്താ ഇതൊക്കെ? പോലീസിനെ പേടിച്ച് വന്നവരാണിച്ചോ ഇവരെല്ലാം? ചെമ്പുലിംഗത്തിന്റെ വീടിന് തീ വെച്ചു. അയാളുടെ സഹോദരിയും കുഞ്ഞിനെയും മാടമ്പി ചുട്ട് കരിച്ചു കൊന്നു. മൈ ഗാഡ്! മാടമ്പിയുടെ പക്ഷം ചേർന്ന് പോലീസ് ജമ്പുലിംഗത്തിനെയും പൊന്നയ്യനെയും പിടിച്ചുകൊണ്ടുപോയി. ഞങ്ങൾ എതിർത്തു. പോലീസ് വെടിവെച്ചു.
എല്ലാവരും പേടിച്ച് വീട് വിട്ട് ഓടിയിരിക്കുകയാണ് അച്ചു. നിങ്ങൾ സമാധാനമായിരിക്കൂ. ഈ ഗ്രാമത്തിലെ പാവപ്പെട്ട നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ സ്ഥാപനം ഇവിടെ ഉണ്ടാക്കിയത്. സന്തോഷം നിറഞ്ഞ നിങ്ങളുടെ മുഖം കണ്ടുകൊണ്ടാണ് കഴിഞ്ഞ തവണ ഞങ്ങൾ പോയത്. അതിനിടയിൽ ഇത്ര വലിയൊരു മാറ്റം ഉണ്ടാകുമെന്ന് ഞങ്ങൾ കരുതിയില്ല. ഏതായാലും നിങ്ങൾ വീടുകളിലേക്ക് പോകും. ഇവിടെ നീതിയും സമാധാനവും സ്ഥാപിക്കാൻ നിങ്ങളോടൊപ്പം ഞങ്ങളും ഉണ്ടാവും. ഞങ്ങൾ പോലീസ് സ്റ്റേഷൻ വരെ പോയിട്ട് വരാം. ബ്രദർ സ്റ്റീഫൻ, ഫാദർ, ഈ കുട്ടികളെ വിളിച്ചുകൊണ്ട് പോയി അവർക്ക് എന്തെങ്കിലും ആഹാരം കൊടുക്കും. യെസ് ഫാദർ. കമോൺ സിസ്റ്റർ. ഇൻസ്പെക്ടർ, ഇവരോടൊന്ന് സംസാരിക്കാൻ പോലും ഞങ്ങളെ അനുവദിക്കില്ലേ? ഇല്ല, പറയാനുള്ളത് എന്നോട് പറഞ്ഞാൽ മതി. നിങ്ങളെ കൊണ്ട് മാത്രം പരിഹരിക്കാവുന്ന ഒരു പ്രശ്നമല്ല ഇപ്പൊ ഗ്രാമത്തിൽ ഉണ്ടായിരിക്കുന്നത്. എല്ലാം എനിക്കറിയാം. നിങ്ങൾ ജനസേവനത്തിന് വന്നവരാണെങ്കിൽ അത് നോക്കിയാൽ മതി. നിയമം കൈകാര്യം ചെയ്യാൻ ഞങ്ങളുണ്ട്. നീതിക്കും സമാധാനത്തിനും വേണ്ടിയാണ് നിയമം കൈകാര്യം ചെയ്യേണ്ടതെന്ന കാര്യം നിങ്ങൾ മറന്നുപോയി. നാട്ടിൽ സമാധാനം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഞാനൊരു അറസ്റ്റ് ചെയ്തത്. നോ, ഒരു ധനികനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയാണ്. ഇവരൊക്കെ ആരാണെന്ന് നിങ്ങൾക്ക് ശരിക്കറിയില്ല. നിങ്ങളെക്കാൾ കൂടുതൽ ഞങ്ങൾക്കിവരെ അറിയാം. രാപകൽ പാടുപെട്ട് ജീവിക്കുന്ന പാവങ്ങളാണിവർ. അധ്വാനിക്കുന്നവരെ അടിച്ചമർത്താൻ നോക്കിയ ഒരു ശക്തിയും ലോകത്ത് നിലനിന്നിട്ടില്ലെന്ന് ഇൻസ്പെക്ടർ ഓർമ്മിക്കണം. നിങ്ങൾ എന്നെ കൂടുതൽ ശല്യപ്പെടുത്തിയാൽ ഞാൻ ഇന്ന് തന്നെ പൊളിറ്റിക്കൽ ഏജന്റിന് എഴുതും. ഭയപ്പെടുത്തണ്ട. ഞങ്ങൾ ചാരപ്രവർത്തനത്തിന് വന്നവരല്ല. സർക്കാരിന്റെ അംഗീകാരത്തോടു കൂടിയാണ് ഇവിടുത്തെ സാധുക്കളുടെ ഇടയിൽ സേവനത്തിന് വന്നിരിക്കുന്നത്. കമൺ ഫാദർ.